ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. വെരി സിമ്പിളായിട്ട് നമ്മളൊരു ബ്രെഡ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കണം കേട്ടോ. സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ കാലത്ത് പോകാൻ ഇപ്പോൾ നേരം വൈകി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ നേരം വൈകി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ബ്രെഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. അവർക്കത് കയ്യിൽ പിടിച്ച് തിന്നും ചെയ്യാം, ബാഗ് എടുക്കുക, പേന എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം. വെരി സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് 2 ബ്രെഡിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇപ്പൊ നമ്മള് 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഇതിടാം, സവോള അരിഞ്ഞത് കേട്ടോ. കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇടാം, കുറച്ച് മതി ഒരു പേരിന്. ഇനി നമുക്ക് ഒരു ലേശം കുരുമുളക് പൊടി ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ വിതറാം. ഒരു നുള്ള് ഉപ്പ്. വെരി സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഒരു ചീസ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇത് പകുതി മതിയെങ്കിൽ പകുതി വെച്ചാൽ മതി കേട്ടോ. ഞാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. നമുക്കിത് അങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തതും കൂടി അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് സ്റ്റൗ കത്തിച്ച് കൊടുക്കുക, ഒരു പാൻ വെച്ച് കൊടുക്കുക. ഇപ്പൊ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നമ്മൾ നെയ്യാണ്, അപ്പോൾ ഒത്തിരി നെയ്യ് ഇട്ട് കൊടുക്കുക. ഒരു ലേശം നെയ്യ് ഇട്ടാൽ മതി. നമുക്ക് ഈ ബ്രെഡിനെ വെച്ച് കൊടുക്കാം. നമ്മൾ 2 ബ്രെഡിനെ വെച്ച് കൊടുത്തു. ഇനി സിമ്മിലിട്ടിട്ട് നമുക്കിതൊന്ന് മുരിയിച്ചെടുക്കാം. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ഒരു മുട്ട ആംപ്ലേറ്റോ പുളിസയോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി നമുക്കന്ന്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ പനിനീര് വെച്ചിട്ടും ചെയ്യാം. പനിനീര് ഭയങ്കര നൈസായി മുറിച്ചിട്ട് ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുക, അങ്ങനെയും കഴിക്കാം. ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഇതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ 4 മണിക്ക് വരുമ്പോഴോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല നല്ല സാൻഡ്വിച്ചാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് വേണമെങ്കിൽ പനിനീർ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.